സാധാരണ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ നമ്മുടെ രാജ്യത്ത് നിന്ന് കാണാതാകും. അതുപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോഴും രാഹുലിനെ കാണാതായി കുറച്ചുനാൾ. എവിടെയാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴിതാ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ സംഘടിപ്പിച്ചു. വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു ആരോപണം. ആ ആരോപണത്തെ തുടർന്ന് ബീഹാറിൽ സംഘടിപ്പിച്ച വോട്ടർ അധികാർ യാത്ര, ആ യാത്രയുടെ സമാപനം കുറിച്ച് പരിപാടി നടന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയെ കാണാനില്ല. അദ്ദേഹം മലേഷ്യയിലാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? രാഹുൽ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻകാലങ്ങളിൽ MP ആയിരിക്കുമ്പോഴും ഇത്തരം വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം MP അല്ല, ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. പിന്നീട് മുൻകാലങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പിന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ത്യക്കാരുണ്ടല്ലോ, അങ്ങനെ ചില ചിത്രങ്ങളെല്ലാം പുറത്തു വരും. ചിലർ പറയുന്നു, ഇടക്കാലത്തെല്ലാം പറയുമല്ലോ അദ്ദേഹം പട്ടായി പോയി. എന്തായാലും ഇപ്പോൾ ഉള്ളതും അത്തരത്തിൽ മലേഷ്യയിലാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് ഒരു BJP നേതാവ്, IT സെൽ മേധാവിയ അമിത് മാളവിയാണ്. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. ബീഹാറിലെ ചൂടും പൊടിയുമേറ്റ് ക്ഷീണിച്ച യുവരാജാവ് ഇടവേള എടുത്ത് അവധിക്കാലം ആഘോഷിക്കുകയാണ് മലേഷ്യയിൽ പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാൻ കഴിയില്ല. വോട്ടർ അധികാർ യാത്ര എന്ന ഒരു ഗിമ്മിക്കുമായി അദ്ദേഹം ബീഹാറിൽ സഞ്ചരിക്കുന്നത് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഗിമ്മിക്ക് എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഗിമ്മിക്കല്ലെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? പരാതി നൽകിയില്ല. ഇത്ര ആരോപണങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്റെ കയ്യിൽ തെളിവുണ്ട്, ആറ്റം ബോംബുണ്ട്, ഹൈഡ്രജൻ ബോംബുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന് തെളിവ് ഹാജരാക്കണ്ടേ? തെളിവ് ഹാജരാക്കാതെ തന്റെ സുഹൃത്തായ തേജസ്വി യാദവിനെയും കൂട്ടി അദ്ദേഹം പോവുകയാണ്. വലിയ രീതിയിൽ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ചിത്രങ്ങളിൽ ഒരു ദിവസം ഒരു ജീപ്പിലുള്ള യാത്രാ ചിത്രം പുറത്തു വന്നു. അതിലൊന്ന് രാഹുൽ ഗാന്ധി, ഈ കുടുംബാധിപത്യം, അതോടൊപ്പം തന്നെ തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിന്റെ മകൻ, ഒരു ആർക്കും ആ കസേരകൾ ഒഴിഞ്ഞു കൊടുക്കാത്ത നേതാവ്, സമീപത്ത് നിൽക്കുന്ന സ്റ്റാലിൻ. അങ്ങനെ കുടുംബ രാഷ്ട്രീയം ഇന്ത്യയിൽ പൂർണ്ണമായി തന്നെ തകരുന്ന ഒരു കാഴ്ചയാണ് നാം കുറച്ച് ആളുകളായി കാണുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ചൂണ്ടിക്കാട്ടി വലിയ യാത്ര നടത്തിയത്. അത് പിന്നീട് ഈ കോൺഗ്രസ്സുകാരായിട്ട് തന്നെ ഒരു നനഞ്ഞ പടക്കമാക്കി മാറ്റുന്നത് കണ്ട് ആറ്റം ബോംബ് പിന്നീട് നമ്മുടെ നാട്ടിലെ ഈക്കിലല്ലേ മുളക് പടക്കമായി മാറുന്ന ചെറിയൊരു പടക്കം അതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അതിന്റെ ഒരു ഇടവേളയിലായിരുന്നു നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന വന്നു. പിന്നീട് നാം കണ്ടത് ബീഹാറിൽ ബന്ദ് നടക്കുന്നു. അതോടൊപ്പം തന്നെ JDUവും BJPയും ചേർന്ന് അവിടെ സമരങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു വനിതാ ബന്ദ് നടത്തുന്നത്. അങ്ങനെ ഒരു വനിതാ ബന്ദ് നടത്താൻ ബീഹാറിൽ BJPക്ക് കഴിഞ്ഞു. അവിടം കൊണ്ടും കഴിഞ്ഞില്ല, നമ്മുടെ കേരളത്തിലേക്കും അത് പിന്നീട് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബീഹാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാം അറിവുള്ള മനുഷ്യൻ, രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട തൃത്താലയുടെ യുവരാജാവായിരുന്നു അദ്ദേഹവും രാഹുൽ മാങ്കൂട്ടവുമല്ല ഇപ്പോൾ ഒരേ രീതിക്ക് തന്നെ രാഹുൽ ഗാന്ധിക്ക് പണി കൊടുക്കുന്ന അവസ്ഥയാണ്. പിന്നീട് ബീഹാറുമായി ബന്ധപ്പെട്ട് അതിനെ VDയുമായി താരതമ്യം ചെയ്തും വിവാദം ഉണ്ടായി. അതെ, അപ്പോൾ തേജസ്വി യാദവ് ഉൾപ്പെടെ വോട്ടർ അധികാർ യാത്രയിൽ രണ്ടുപേരും അണ്ണനും തമ്പിയുമായി ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവർ അവസാന ഘട്ടത്തിൽ തമ്പിക്ക് അണ്ണനെ ചവിട്ടി പുറത്താക്കേണ്ട ഗതികേട് വരികയാണ്. തേജസ്വി യാദവ് തന്നെ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ് ഇത് പിൻവലിച്ച് ഈ വിവാദ പരാമർശത്തിനെതിരെ മാപ്പ് പറയണമെന്ന് പറയുന്നു. പിന്നീട് ഉത്തരേന്ത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചത് എങ്ങനെയാണ്, VT ബൽറാം രാജിവെച്ചു. അങ്ങനെ ആ വാർത്ത, ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സണ്ണി ജോസഫ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്, കേരളത്തിൽ പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ വീണ്ടും ബീഹാറിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് കോൺഗ്രസിന് ഇപ്പോൾ കുറച്ച് നാളുകളായി നാം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. ദേശസ്നേഹമില്ല, പാർട്ടി സ്നേഹമില്ല, അണികളോട് സ്നേഹമില്ല. എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാൽ മതി. അത് തന്നെയാണ് കേന്ദ്രത്തിലും കാണുന്നത്, ഈ കേരളത്തിലും കാണുന്നത്. ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച് തല്ലി ചതയ്ക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസമാണ് VD സതീശൻ മുഖ്യമന്ത്രിയുമായിരുന്ന് ഓണസദ്യ കഴിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓണസദ്യ കഴിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ദൃശ്യം വന്നതിനെതിരെ പോലീസ് സ്റ്റേഷനും പല കളക്ടറേറ്റിന് മുന്നിലും പല കേന്ദ്രങ്ങളിൽ സമരത്തിലാണ്. അവരെ പോലീസ് മർദ്ദിക്കുന്ന സമയത്താണ് ഇവിടെ സാമ്പാറും കൂട്ടി
അദ്ദേഹം മൃഷ്ടാംഗ ഭോജനം നടത്തുന്നത്. അതെ. ആ രീതിയിലാണ്. അപ്പോൾ ഇവർക്ക് ഈ പ്രവർത്തകരെ കുറിച്ച് ചിന്തയില്ല, അണികളെ കുറിച്ച് ചിന്തയില്ല, ദേശ സ്നേഹമില്ല, ദേശവിരുദ്ധതയാണ്. ഒരു കാലത്ത് ഇന്ത്യക്ക് പാർട്ടിയോട് പോലും സ്നേഹമുണ്ടോ എന്ന് സംശയം. അല്ല, അതാണ് കണ്ടത്. സ്വന്തം പാർട്ടിയോട് സ്നേഹമില്ല, അണികളോടും സ്നേഹമില്ല. അത് VD സതീശനായാലും രാഹുൽ ഗാന്ധിയാലും സ്വന്തം പ്രവർത്തകർ അടികിട്ടിയാലും കുഴപ്പമില്ല, തനിക്കൊന്ന് പദവിയിൽ എത്തുക, തന്റെ ആഡംബര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ VD സതീശനായാലും കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുമായാലും. രാഹുൽ ഗാന്ധി ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ, വർഷങ്ങളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി മാറാമെന്ന മോഹവുമായി നടക്കുകയാണ്. പക്ഷെ അതിന് കൃത്യമായി തന്നെ ജനങ്ങൾക്കറിയാം ഇദ്ദേഹം ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യനാണ്. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നെ പാർട്ട് ടൈമായി ഇരിക്കാൻ കഴിയുമോ? സാധിക്കില്ല. ഒരു പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന ഒരു മാതൃക ഉണ്ടല്ലോ, ഇത്രയും നാളായിട്ട് അദ്ദേഹം ഒരു ലീവ് പോലും എടുക്കാതെ നിരന്തരം വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി മാതൃകയായി നിൽക്കുമ്പോൾ ജനങ്ങൾ എന്തിന് രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കണം? അങ്ങനെ തിരഞ്ഞെടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ ജയിപ്പിച്ചില്ലെങ്കിൽ EVM-ന് പ്രശ്നം, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയ്ക്ക് പ്രശ്നം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രശ്നം. അങ്ങനെ അതോടൊപ്പം തന്നെ അദാനിയും അംബാനിയും ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും BJP-ക്കും വലിയ രീതിയിൽ ഫണ്ടുകൾ നൽകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ. അദ്ദേഹത്തെ ജയിപ്പിക്കാത്തതിനുള്ള കാരണം ഇതാണ്. ജനങ്ങൾക്ക് ആവശ്യം തങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കളെയാണ്. അല്ലാതെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ അങ്ങ് മലേഷ്യയിൽ നിന്നും പട്ടായയിൽ നിന്നും വിളിച്ച് സംസാരിക്കുകയല്ല വേണ്ട, ജനങ്ങളോടൊപ്പം നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന നേതാക്കളെയാണ് ജനങ്ങൾ കൃത്യമായി തന്നെ തിരഞ്ഞെടുത്തത്. അത് നാം മുൻപ് കണ്ടിട്ടുള്ളൂ. കേരളത്തിലായാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. എന്തായാലും ഈ പട്ടായയിലെ യാത്ര ആദ്യം നരേന്ദ്രമോദിയുടെ അമ്മയെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായി. പിന്നീട് ബീഹാറിൽ ഇത്തരം BD-യുമായി ബന്ധപ്പെട്ട വിവാദമായി. ഇപ്പോൾ മലേഷ്യൻ സന്ദർശനമാണ് BJP വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. രാഹുലിന്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ കൂടിയാണ് ഇത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ യാത്രയെ കുറിച്ച് ഇപ്പോൾ BJP പലതവണ ഇപ്പോൾ അദ്ദേഹം ബ്രിട്ടനിൽ പോകുന്നത് കാണാം. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും അടക്കമുള്ള പല രാജ്യങ്ങളും അമേരിക്കയിൽ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. ഇടയ്ക്ക് നരേന്ദ്രമോദി സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം നിരന്തരം ഈ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. അപ്പൊ കൃത്യമായി തന്നെ ഇതിലൊരു അന്വേഷണം വേണം. തമാശ രൂപേണ അങ്ങനെ ഇപ്പോൾ ഈ നേതാവ് തന്നെ, BJP-യുടെ നേതാവ് തന്നെ അതൊരു ഹാസ്യ രൂപേണയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രശ്നങ്ങളിൽ ജനങ്ങൾ നീറുമ്പോൾ രാഹുൽ ഗാന്ധി യാത്ര തുടരുകയാണ്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിന്റെ പദവി തന്നെ മറക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അദ്ദേഹത്തിന് സംശയമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്തരം നടപടിയിലേക്കല്ല അദ്ദേഹം പോകുന്നത്. BJP-യും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് നിരന്തരം ഇത്തരം യാത്രകൾ നടത്തുന്നത്? അദ്ദേഹം ഇപ്പോൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങളും അദ്ദേഹം ആരെ കാണുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ അദ്ദേഹം ബോധ്യപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇതിൽ കൃത്യമായി ഇടപെടണം. ഇടപെട്ട് ഇതെന്താണ്, ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്, വിദേശ രാജ്യങ്ങൾ ഇത് എന്തിനാണ് സന്ദർശിക്കുന്നത്, ഇതിന്റെ പിന്നിൽ എന്താണെന്ന് കൃത്യമായ അന്വേഷണം നടത്തണം. അല്ലാതെ ഇത് തമാശ രൂപേണ BJP കാണുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ദോഷമാണ്. ഇദ്ദേഹം നരേന്ദ്രമോദി പറയും പോലെ ബാലക ബുദ്ധിയാണ്. ഇദ്ദേഹത്തിന്റെ രീതികൾ ഒരു അനാവശ്യമായ എന്തെങ്കിലും, പ്രത്യേകിച്ച് നമുക്കറിയാം ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ളവർ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നു, ഇന്ത്യയെ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നത് കുറച്ചു നാളുകളായി കേൾക്കുന്നതാണ്. അത്തരക്കാരുടെ കയ്യിലേക്ക് ഈ ബാലക ബുദ്ധിയുള്ള രാഹുൽ ഗാന്ധി വന്നു പെട്ടിട്ടുണ്ടോ, അദ്ദേഹത്തെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായി തന്നെ BJP പരിശോധിക്കണം. അല്ലെങ്കിൽ അത് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ ബാധിക്കും. അത് നാം കണ്ടതാണ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്ന ഒരു നേതാവ് എത്രത്തോളം വിഷം കലർത്താൻ കഴിഞ്ഞു എന്ന് സമൂഹത്തിനിടയിൽ, ജാതി ചോദിക്കുന്നു, മതം ചോദിക്കുന്നു എന്ന രീതിയിൽ എത്രത്തോളം വിഷം കലർത്താൻ കഴിഞ്ഞു എന്ന് നാം തിരിച്ചറിഞ്ഞതാണ്. പക്ഷെ അത് ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് ഇദ്ദേഹം കൊണ്ടെത്തിക്കുമോ എന്നുള്ളത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.